ഇന്ന് നമുക്കൊരു കിടില സ്നാക്ക് ഉണ്ടാക്കിയാലോ? വൈകിട്ട് 4 മണിക്ക് ചൂട് കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ് കേട്ടോ അത്. നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ മാത്രം മതി കിടില സ്നാക്ക് ഉണ്ടാക്കാൻ. അപ്പോൾ മുട്ടയും ഉരുളക്കിഴങ്ങും കൊണ്ടാണ് ഞാനിപ്പോൾ ഈ അടിപൊളി സ്നാക്ക് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഉരുളക്കിഴങ്ങും മുട്ടയൊക്കെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 4 പൊട്ടറ്റോ ഞാനിവിടെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് തൊലിയെല്ലാം കളഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. പൊട്ടറ്റോ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ നല്ല പോലെ ഒന്ന് അടച്ചെടുത്താലും മതി. പക്ഷെ നല്ല പോലെ ഉടച്ചെടുക്കണം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സ്നാക്ക് ഷേപ്പ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഗ്രേറ്റ് ചെയ്തെടുത്ത പൊട്ടറ്റോ വലിയൊരു മിക്സിംഗ് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അടുത്തതായിട്ട് നമ്മുടെ ഈ സ്നാക്ക് ഉണ്ടാക്കാൻ മെയിനായിട്ട് വേണ്ടത് മുട്ടയാണ് കേട്ടോ. അപ്പോൾ നല്ല പോലെ പുഴുങ്ങിയെടുത്ത മുട്ട വേണം നമ്മൾ എടുക്കാൻ, എന്നാലേ മുട്ട നല്ല പോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ മുട്ട കൂടി ഗ്രേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ പൊട്ടറ്റോയിലോട്ട് ചേർക്കാൻ. അപ്പോൾ 4 പൊട്ടറ്റോയും 2 മുട്ടയും വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ സ്നാക്ക് ഉണ്ടാക്കുന്നത്. പൊട്ടറ്റോയും മുട്ടയൊക്കെ ഇപ്പോൾ ഇവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ പൊട്ടറ്റോ പുഴുങ്ങിയപ്പോൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു കുഞ്ഞു സവാള ഇതുപോലെ കുത്തി അരിഞ്ഞതാണ് ചേർക്കുന്നത്, ചെറിയ സവാള മതി. പിന്നെ കുറച്ച് മല്ലിയില ചേർക്കുന്നുണ്ട്, 2 ടേബിൾ സ്പൂൺ മല്ലിയിലയാണ് കേട്ടോ ഞാൻ ഇതിലോട്ട് ചേർത്തത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ 1 ടീസ്പൂൺ വറ്റൽമുളക് ക്രഷ് ചെയ്തതും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് വേണമെങ്കിലും ചേർക്കാം. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ ബ്രെഡ് പൊടിച്ചതും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം ഞാനിപ്പോൾ ഇതിവിടെ നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ കൈ നല്ല പോലെ ഒന്ന് കഴുകിയിട്ട് കയ്യിൽ കുറച്ച് ഓയിലൊക്കെ തടവണം കേട്ടോ. എന്നിട്ട് വേണം നമ്മളിത് ഷേപ്പ് ചെയ്തെടുക്കാൻ. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മിക്സിൽ നിന്നും കുറച്ചെടുത്തിട്ട് ഒരു ബോളിൻ്റെ ഷേപ്പിലാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാം. ബോളിൻ്റെ ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ, അല്ലെങ്കിൽ സിലിണ്ടറിക്കൽ ഷേപ്പിൽ, അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പിൽ, നമുക്ക് ഏത് ഷേപ്പിലാണോ ഇഷ്ടം അല്ലെങ്കിൽ ഉണ്ടാക്കാൻ എളുപ്പം ആ ഒരു ഷേപ്പിലാക്കിയിട്ട് ഫ്രൈ ചെയ്താൽ മതി. ഞാനിപ്പോൾ ആദ്യം ഇതൊരു ബോളിൻ്റെ ഷേപ്പിലാക്കി എടുത്തിട്ട് പിന്നെ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലാക്കി എടുക്കാം കേട്ടോ. എന്നിട്ട് 4 വശവും ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒരു സ്ക്വയർ ഷേപ്പിലാക്കി എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കുക, അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ മതി. എന്ത് ഷേപ്പിലാക്കി എടുത്താലും ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഞാനിപ്പോൾ ഇത് ഈ ഒരു ഷേപ്പിലാണ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി എല്ലാം ഇതുപോലെ തന്നെ ഒന്ന് ആക്കിയെടുക്കാം. അപ്പോൾ എനിക്ക് തോന്നുന്നു എളുപ്പത്തിൽ നമുക്ക് ബോളിൻ്റെ ഷേപ്പിലോ അല്ലെങ്കിൽ കട്ട്ലറ്റിൻ്റെ ഷേപ്പിലോ ഒക്കെ ആക്കിയെടുക്കാവും നല്ലത്. ഞാനൊരു ഷേപ്പിലൊരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഇപ്പോൾ ഇതിങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ ഇങ്ങനെ തന്നെ ഫ്രൈ ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഫ്രൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് മുട്ടയിലൊക്കെ ഒന്ന് മുക്കിയിട്ട് വേണം ഫ്രൈ ചെയ്യാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു മുട്ട പൊട്ടിച്ചിട്ടൊരു ബൗളിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ബീറ്റ് ചെയ്ത മുട്ടയിൽ മുക്കിയെടുത്തിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്യാൻ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് മുട്ടയിലൊന്ന് മുക്കിയെടുക്കുക. അതിനുശേഷം ഞാനിവിടെ 4 ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബ്രെഡ് പൊടിച്ചതിലും കൂടെ ഒന്ന് കോട്ട് ചെയ്തിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്യാൻ. നമ്മൾ കട്ട്ലറ്റൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ആദ്യം മുട്ടയിലൊന്ന് മുക്കുക, അതിനുശേഷം ബ്രെഡ് പൊടിച്ചതിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക. ബ്രെഡ് പൊടിച്ചതിൽ നല്ല പോലെ കോട്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ എക്സ്ട്രാ ഉള്ള ബ്രെഡ് പൊടിയൊക്കെ ഒന്ന് തട്ടി കളയണം കേട്ടോ. ഇനിയിപ്പോൾ ബ്രെഡ് പൊടിച്ചതില്ലാന്നുണ്ടെങ്കിൽ റസ്ക് പൊടി ആയാലും മതി, എന്നാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഒരെണ്ണം ഇപ്പോൾ ഇവിടെ നല്ല പോലെ ബ്രെഡ് പൊടിച്ചതിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഒക്കെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാം ഞാനിപ്പോൾ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് നേരിട്ട് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യരുത് കേട്ടോ. അതിന് മുമ്പ് ഒരു 15 മിനിറ്റ് നേരം ഫ്രിഡ്ജിൽ വെക്കണം. എന്നാൽ നമ്മളിത് ഫ്രൈ ചെയ്യുമ്പോൾ നല്ലൊരു ഷേപ്പിൽ കിട്ടും, ഉടഞ്ഞൊന്നും പോവില്ല. അപ്പോൾ 15 മിനിറ്റ് ശേഷം ഞാനിപ്പോൾ ഇതിവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടായ എണ്ണയിലോട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്യണം. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യരുത് കേട്ടോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എണ്ണ കുടിക്കാൻ സാധ്യത ഉണ്ട്. അതുപോലെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്യാൻ. ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യരുത്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ ഒരു വശം ഇവിടെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറായിട്ടുണ്ട്. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ നോമ്പിനൊക്കെ രാവിലെ തന്നെ ഇതൊക്കെ റെഡിയാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നോമ്പ് തുറക്കാൻ സമയമാകുമ്പോൾ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ എളുപ്പമാണ്. അപ്പോൾ എത്ര സമയം വേണമെന്നുണ്ടെങ്കിലും നമ്മളിത് ബ്രെഡ് ക്രംസിലൊക്കെ കോട്ട് ചെയ്തിട്ട് വെക്കാം കേട്ടോ. അതുപോലെ ഇനിയിപ്പോൾ ഫ്രിഡ്ജിൽ വെക്കാതെ വേണമെന്നുണ്ടെങ്കിലും ഫ്രൈ ചെയ്യുക, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ സ്നാക്സൊക്കെ ഇവിടെ നല്ല പോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും മാറ്റാം. ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യാം കേട്ടോ. ടൊമാറ്റോ സോസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നല്ലൊരു ഇഫ്താർ റെസിപ്പിയാണ് കേട്ടോ അത്. നോമ്പിനൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. ഞാനിപ്പോൾ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ.
അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും അറിയിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളി പൊട്ടറ്റോ എഗ് കബാബിൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ അതിനടുത്ത് കാണുന്ന ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഔട്ട്ഡ്രോ പറയുന്നതിന് മുമ്പ് ഞാനിന്ന് നിങ്ങൾക്കൊരു പുതിയ ആപ്പിനെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്തി തരാം. ട്രെൽ എന്നാണ് കേട്ടോ ഈ ആപ്പിൻ്റെ പേര്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ആൻഡ്രോയിഡ് ആണെന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിലും ഐഫോൺ ആണെന്നുണ്ടെങ്കിൽ ആപ്പ് സ്റ്റോറിലും പോയിട്ട് ട്രെൽ എന്ന ആപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഫോൺ നമ്പറൊക്കെ കൊടുത്തതിന് ശേഷം ട്രെൽ കമ്മ്യൂണിറ്റി ഒന്ന് ഓപ്പൺ ചെയ്യുക. അപ്പോൾ അവിടെ ഷോപ്പ് എന്നൊരു ഓപ്ഷൻ കാണും കേട്ടോ. അതിൽ പോയിട്ട് നേഹ ഫുഡ് സ്റ്റോറീസ് എന്ന് സെർച്ച് ചെയ്താൽ എൻ്റെ പ്രൊഫൈൽ കാണാൻ പറ്റും. അപ്പോൾ ട്രെൽ എന്ന ആപ്പിൽ നേഹ ഫുഡ് സ്റ്റോറീസ് എന്ന പേരിൽ ഞാനൊരു പേജ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരുപാട് വെറൈറ്റി റെസിപ്പികളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല നല്ല അടിപൊളി റെസിപ്പികളാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ തന്നെ ട്രെൽ എന്ന ആപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് നേഹ ഫുഡ് സ്റ്റോറീസ് പേജ് ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി മുതൽ യൂട്യൂബിലിടുന്ന റെസിപ്പികളൊക്കെ ഞാൻ അതിലും അപ്ലോഡ് ചെയ്യും. അപ്പോൾ മറ്റൊരു കിടിലൻ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.